ഹലോ! ഇത് നമ്മുടെ കോട്ടേഴ്സിലുണ്ടായ പപ്പായയാണ് കേട്ടോ. ബാക്കിൽ ഫുൾ സിമൻ്റ് ആയതുകൊണ്ട് ഒരു സൈഡിൽ കുറച്ച് പൊട്ടിയ ഭാഗം ഉണ്ടേനു. അപ്പോൾ ആ പൊട്ടിയ ഭാഗത്താണ് നമ്മൾ ചുറ്റും ഇഷ്ടിക വെച്ചിട്ട് മണ്ണ് നിറച്ചിട്ട് അങ്ങനെ നട്ടതാണ് ഈ കർമൂസിൻ്റെ തൈ. റെഡ് ലേഡി പപ്പായ ആയതുകൊണ്ട് നല്ല മധുരമുണ്ട് ഇതിന്. ഈ പപ്പായ തൈയിൽ നിന്ന് ഒരുപാട് പപ്പായ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പപ്പായക്ക് നല്ല മധുരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാസത്തിൽ നമ്മൾ കുമ്മായപ്പൊടിയില്ലേ, അത് ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് മണ്ണ് നീക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നല്ല മധുരവും കിട്ടും, പിന്നെ നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും. ഞാനിതിന് പ്രത്യേകിച്ച് വലിയ വളമൊന്നും ഇടലില്ല കേട്ടോ. കുമ്മായപ്പൊടി ഇടും മാസത്തിൽ. പിന്നെ നമ്മൾ മീൻ വീട്ടിൽ വാങ്ങിക്കുന്ന സമയത്തെല്ലാം മീൻ കഴുകിയ വെള്ളം ഒഴിക്കും. പിന്നെ മുട്ടത്തോട് പൊടിച്ചതില്ലേ, അതും ഇടും. അച്ചുമോൻ സ്കൂൾ വിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ. അവനാണെങ്കിൽ പപ്പായൊന്നും ഇഷ്ടമല്ല. എത്ര തിന്നാൻ കൊടുത്തു കഴിഞ്ഞാലും കഴിക്കൂല. മിനുമോൾക്ക് ഇഷ്ടമാണ്. ഇവിടെ ആകെ ഷിജിയാനും ഞാനും മിനുമോളും പപ്പായ കഴിക്കുള്ളൂ. ഇപ്പോൾ വൈകുന്നേരമായി കേട്ടോ, നല്ല മഴക്കാറും കാണുന്നുണ്ട്. ഞാനത് കട്ട് ചെയ്യുമ്പോഴേക്കും മിനുമോൾ സ്കൂൾ വിട്ട് വന്നു കേട്ടോ. അവൾക്ക് പപ്പായ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ പിന്നെ കാണാം കേട്ടോ. ടാറ്റ ബൈ.